പക്ഷെ ഹെവി വെയിറ്റ് എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിലേക്ക് വരുന്നത് നമ്മുടെ ജിം ബ്രോസിനെയാണല്ലോ, ജിം ബഡീസ്. അപ്പോൾ അവർ ഈ പറഞ്ഞ മാതിരി 150 കിലോ 100 കിലോ ഒക്കെ പൊക്കുന്ന ആളുകളുണ്ട് അല്ലേ, അവർ ഓൺ ഡെയിലി ബേസിസ്. അപ്പോൾ അവർക്ക് ഹെർണിയക്ക് ചാൻസ് ഉണ്ടോ? ഉണ്ട്, ഡെഫിനറ്റ്ലി ഉണ്ട്. പക്ഷേ അതിനകത്ത് കുറേ പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റും. എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് സ്ട്രെച്ച് ചെയ്യുക. അത് കൂടാതെ നമ്മുടെ കോർ മസിൽ സ്ട്രെങ്തൻ ചെയ്യുക. നമ്മളിപ്പം ബൈസെപ്സോ ട്രൈസെപ്സ് മാത്രമായിട്ട് ഫോക്കസ് ചെയ്യാതെ കോർ മസിൽസ് ലൈക്ക് അബ്ഡോമിനൽ ക്രഞ്ചസ്, അബ്ഡോമിനൽ പ്ലാങ്ക്സ്, പെൽവിക് ടിൽസ്, ഇതൊക്കെ നമ്മൾ ഫോക്കസ് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി അബ്ഡോമിനൽ വാൾ സ്ട്രെങ്തൻ ആകും. അപ്പോൾ പിന്നെ ഈ ചാൻസസ് വളരെ കുറവായിരിക്കും. അതുകൂടാതെ ഈ വാം അപ്പ് ചെയ്യുന്നത് പോലെ തന്നെ കൂൾ ഓഫും ചെയ്യുക. എല്ലാം വർക്കൗട്ട് കഴിയുമ്പോൾ കൂൾ ഓഫ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. സോ ദാറ്റ് യു മസിൽസ് ഗെറ്റ് സ്ട്രെച്ച്ഡ് ഇൻ ആൻഡ് സ്ട്രെച്ച്ഡ് ഔട്ട് ഓൾസോ. അതുകൂടാതെ നമ്മൾ ഹെവി വെയ്റ്റ്സ് നമ്മൾ ലിഫ്റ്റ് ചെയ്യുമ്പോൾ ഗ്രാജുവലി വെയിറ്റ് ഇൻക്രീസ് ചെയ്യുക. എല്ലാം ഒരേ ദിവസം അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇൻക്രീസ് ആകുമ്പോൾ മാത്രമാണ് നമ്മുടെ അബ്ഡോമിനൽ വാളിൻ്റെ പ്രഷർ ഭയങ്കരമായിട്ട് പെട്ടെന്ന് കൂടുന്നത്. സോ ഇഫ് യു ടേക്ക് ഇറ്റ് സ്ലോ ആൻഡ് ഗെറ്റ് എ ഗുഡ് ട്രെയിനർ, the chances are very slim.